തനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തീരുമാനത്തെ ജൂതവിരുദ്ധ നീക്കമെന്നും അതേ രീതിയിൽ മറുപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയുമാണ് നെതന്യാഹു എതിർത്തത്. എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയായിരുന്നു നെതന്യാഹു തനിക്കെതിരെയുള്ള നടപടിയിൽ മറുപടി നൽകിയത്. ഈ വാറന്റ് മറ്റൊരു ഡ്രെയ്ഫസ് ട്രയലാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. 1894 മുതൽ 1906 വരെയുള്ള കാലയളവിൽ ജർമ്മനിക്ക് സൈനിക രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ആൽഫ്രഡ് ഡ്രെയ്ഫസ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥനെ തെറ്റായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നടപടിയായിരുന്നു ഡ്രെയ്ഫസ് ട്രയൽ. നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ജഡ്ജിയും ഫ്രഞ്ച് പൗരനാണ് എന്നതാണ് നെതന്യാഹു ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കാൻ കാരണം. തന്നെയും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെയും തെറ്റായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ വാദം. നിരവധി തവണ ഒഴിഞ്ഞു പോകാനും അപകടത്തിൽ നിന്ന് മാറി നിൽക്കാനും ഗാസയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഹമാസ് അവരെയെല്ലാം അപകടമുനമ്പിൽ നിർത്തി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നുവെന്നും പലരെയും മനുഷ്യകവചങ്ങളാക്കിയും ക്രൂരത കാട്ടിയെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭക്ഷണവും വെള്ളവും മറ്റും നിഷേധിച്ചുവെന്ന ICCയുടെ ആരോപണത്തിനും നെതന്യാഹു മറുപടി നൽകി. ഇസ്രായേൽ 7 ലക്ഷം ടൺ ഭക്ഷണമാണ് ഇക്കാലയളവിൽ ഗാസയിൽ എത്തിച്ചതെന്നും ഇത്തരത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നവരെ കൊള്ളയടിക്കുന്ന ഹമാസ് ആണെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനെതിരെ ഹമാസാണ് ആദ്യം ആക്രമണം തുടങ്ങിയതെന്നും തങ്ങൾ ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ലായിരുന്നുവെന്നും നെതന്യാഹു വീഡിയോയിലൂടെ പറഞ്ഞു. ലോകത്ത് മറ്റിടങ്ങളിൽ നടക്കുന്ന യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന ICC നടപടിയെയും നെതന്യാഹു വിമർശിച്ചു. സിറിയ, യമൻ, ഇറാൻ എന്നീ രാജ്യങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഞങ്ങളുടെ സ്ത്രീകളെ ഹമാസ് ബലാത്സംഗം ചെയ്യുമ്പോഴും പുരുഷന്മാരുടെ തലയറക്കുമ്പോഴും നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് നെതന്യാഹു ചോദിച്ചു. കോടതി നടപടികളിലും അതിന് പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ യുദ്ധക്കുറ്റത്തിൽ നെതന്യാഹുവിനെതിരെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2023 ഒക്ടോബർ 8-നും 2024 മെയ് 20-നും ഇടയിൽ ഗാസയിൽ വലിയ അതിക്രമത്തിനാണ് നെതന്യാഹു നേതൃത്വം നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ നടപടിയെന്ന് കോടതി പ്രസ്താവനയിൽ അറിയിച്ചു. ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന് അടക്കമുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇസ്രായേൽ തടസ്സം നിന്നു. അങ്ങനെ വിശ്വസിക്കാൻ ന്യായങ്ങളുണ്ടെന്നും കോടതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി.